ഈ ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടില്ല എന്ന് പറയുന്ന ഒരു ഫേമസ് മലയാളം ഡയലോഗ് ഇല്ലേ, അത് ഇപ്പോഴാണ് ഏകദേശം കറക്റ്റ് ആയിരിക്കുന്നത്. ഇങ്ങേർക്ക് എന്ത് പറ്റിയെന്ന് പലരും ചോദിച്ച് നടക്കുന്നുണ്ട്, വട്ടായി പോയെന്ന് ചോദിക്കുന്നുണ്ട്. ഫാൻസുകാർ പോലും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ കിളി പോയി നടക്കുന്നുണ്ട്. നമുക്കറിയാലോ, മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഓവർസീസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസ് ആണ്. ആ ഗൾഫ് കൺട്രീസിൽ കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് ഹോളിഡേ ആയിരുന്നു. ആ ഹോളിഡേയ്സിൽ റിലീസ് ചെയ്യാതെ അത് കഴിഞ്ഞൊരു വർക്കിംഗ് ഡേയിൽ റിലീസ് ചെയ്തിട്ട് നീയൊക്കെ വേണമെങ്കിൽ എൻ്റെ പടം വർക്കിംഗ് ഡേയിൽ കണ്ടാൽ മതി, ഹോളിഡേയിൽ കണ്ട എന്ന് പറയുന്ന ഇജാതി സൈക്കോ പരിപാടിയാണ് മലയാളത്തിലൊരു മെഗാ സ്റ്റാർ കാണിക്കാൻ പോകുന്നത്. പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. December 5 ഏത് പടമാണ് റിലീസാകുന്നത്? കളങ്കാവൽ. സോ ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്ക എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു കൊടൂര റിസ്ക് എടുത്ത് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്? കാര്യം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് മമ്മൂക്ക കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് മമ്മൂക്കയാണ്. മമ്മൂട്ടിയുടെ പടം വേറെ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസറാണെന്ന് പറയാം. ഇവിടെ റിസ്ക് എടുക്കുന്നത് ആക്ടറായിട്ടുള്ള മമ്മൂക്ക തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും അത് എടുക്കുന്നത്? ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആദ്യം അതൊന്ന് പറഞ്ഞുതരാം. കാര്യം ഈ December 5 ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോസിറ്റീവ് വരികയാണെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഏത് പടം വന്നാലും കളങ്കാവൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ആ ദിവസം തന്നെ റിലീസാകാൻ പോകുന്ന കുറച്ച് സിനിമകളുണ്ട്. ദുരന്താർ എന്ന് പറയുന്ന നമ്മുടെ രൺവീർ സിംഗിൻ്റെയും ഉറിയുടെ ഡയറക്ടറിൻ്റെയും കൊടൂര ഹൈപ്പിൽ വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പടം, അതിന് പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ഓവർസീസ് മാർക്കറ്റും പാൻ ഇന്ത്യ ലെവലിലുള്ള മറ്റു മാർക്കറ്റുകളും കളങ്കാവലിന് തൊടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ബാലയ്യയുടെ ഒരു പടം വരുന്നുണ്ട്, നമ്മുടെ അഖണ്ഡ 2. അത് അഖണ്ഡ ഫസ്റ്റ് നല്ല പോസിറ്റീവ് ആയിരുന്നു, 2നും നല്ല പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ മിനിമം 300 കോടിയെങ്കിലും അടിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള പടമാണ്. സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചാൽ കിട്ടത്തില്ല കളങ്കാവലിന്, ബാലയ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ December 5 മറ്റ് സിനിമകളില്ലെങ്കിലും ഓൾറെഡി റിലീസായ 2-3 സിനിമകളുണ്ട്. നമ്മുടെ തേരെ ഇഷ്ക് മേൻ എന്ന് പറയുന്ന ധനുഷിൻ്റെ ബോളിവുഡ് സിനിമ കൊടൂര റെസ്പോൺസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബുക്കിംഗ് ഉണ്ട്, ഓവർസീസിലൊക്കെ നിന്ന് കത്തുവാണ് ആ പടം. സുട്ടോപ്പിയ, അത് ഹോളിവുഡിലെ അനിമേറ്റഡ് മൂവിയാണ്. നല്ല ഫാൻ ഫോളോയിങ് ഉള്ളൊരു സിനിമയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് റിലീസ് അയക്കുന്നത്. 5 ദിവസം കൊണ്ട് 500 മില്യന് മേലടിച്ച് ഹോളിവുഡ് മാർക്കറ്റിനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പടം. അപ്പോൾ ഓവർസീസ് മാർക്കറ്റിൽ December 5 റിലീസാകുന്ന കളങ്കാവലിന് ഒരുപാട് വെല്ലുവിളിയുണ്ട്. നേരത്തെ റിലീസായി നിൽക്കുന്ന സിനിമകളുണ്ട്, അന്ന് റിലീസാകുന്ന സിനിമകളുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മാറത്തില്ല. കളങ്കാവലിന് കൊടൂര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി, കേരള മാർക്കറ്റിലൊന്ന് കത്തി, മറ്റുള്ള മാർക്കറ്റിൽ ചെറുതായിട്ടൊന്ന് കത്തി ഇങ്ങനെ വരുമ്പോഴത്തേക്കും മാലപ്പടക്കം പൊട്ടുന്ന പോലെ അടുത്ത സിനിമകളുടെ റിലീസാണ്. ഏത്? ഡിസംബർ ക്രിസ്മസ് റിലീസുകളുടെ വരവാണ് ഓരോന്നായിട്ട്. വരാൻ പോകുന്ന പടങ്ങളോ കൊടൂര ഹൈപ്പിൽ വരുന്ന ഡൗൺ ആയി നിൽക്കുന്ന ആക്ടേഴ്സിൻ്റെ പിടിവള്ളി എന്നൊക്കെ പറയാൻ പറ്റുന്ന പടങ്ങൾ. നമ്മുടെ ദിലീപിൻ്റെ ബബ്ബബ്ബ 18-ാം തീയതി റിലീസാവുന്നുണ്ട്. ആ സിനിമയിൽ ദിലീപുണ്ട്, നമ്മുടെ ലാലേട്ടനുണ്ട്. അത് മാക്സിമം സ്ക്രീൻസ് കേരള ബോക്സ് ഓഫീസിൽ പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കളങ്കാവലിന് എത്ര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാലും ഇവിടുത്തെ പകുതി മുക്കാൽ സ്ക്രീൻസ് ആ സിനിമ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് പോസിറ്റീവും കൂടി വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന? പിന്നെ കളങ്കാവൽ വാഷ് ഔട്ട് ആവും. അത് എത്ര നല്ല പടമാണെങ്കിലും ഒരു സംശയവും വേണ്ട. പിന്നെ December 19 നമ്മുടെ വേൾഡ് വൈഡ് ഒരു ആറ്റം ബോംബ് പൊട്ടുന്നുണ്ട്. അവതാർ 3. അവതാർ 2 തന്നെ ഇവിടെ നിന്ന് ഏതാണ്ട് 50 കോടി വാരിയതാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. 3 കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തോരം സ്ക്രീൻസ് ആ സിനിമ പിടിച്ചോണ്ട് പോകുന്നെന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ കളങ്കാവലിന് കേരളത്തിന് പുറമെ കുറച്ചെങ്കിലും പ്രതീക്ഷയുള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് തമിഴ്നാട് മാർക്കറ്റാണ്. ആ തമിഴ്നാട് മാർക്കറ്റിലും ഒന്ന് പോസിറ്റീവായി കത്തി വരുമ്പോഴത്തേക്കും December 18 ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും പ്രദീപ് രംഗനാഥൻ്റെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നുണ്ട്. ഡ്യൂഡും ബൈസണും കൂടി റിലീസായിട്ട് ബൈസൺ അത്രയും ക്വാളിറ്റി ഉള്ള പടമായിട്ടും ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ ബൈസണെ നിർത്തി അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ബോക്സ് ഓഫീസിൽ. അപ്പം പ്രദീപിൻ്റെ പടം പറയേണ്ട കാര്യമില്ല, അടുപ്പിച്ച് 3 സിനിമ 100 കോടി കയറ്റിയ ഒരു പുതുമ നായകനാണ് പുള്ളി. ഇപ്പോഴേ നല്ല ബേസ് ഉണ്ട്, ആ പടത്തിനും അത്യാവശ്യം ആൾ പോകും. ഇനി ഈ റിലീസുകളെയൊക്കെ അതിജീവിച്ച് കളങ്കാവൽ മുന്നോട്ട് പോയാലും December 25 വീണ്ടും മാലപ്പടക്കം പൊട്ടുന്ന പോലെ വീണ്ടും അടുത്ത പടങ്ങളുടെ വരവാണ്. അനോക്കൊണ്ട വരുന്നുണ്ട്, അത് വേൾഡ് വൈഡ് നല്ല രീതിയിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള സിനിമയാണ്. അതുപോലെ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവാകുമെന്ന് വിശ്വസിക്കുന്ന സർവ്വം മായ, അത് റിലീസാവുന്നുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ വൻ പണിയാണ് കിട്ടാൻ പോകുന്നത്. പിന്നെയും ഏതാണ്ട് പടങ്ങളുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കിക്കോട്ടെ. ലാലേട്ടൻ്റെ വൃഷഭ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഒരു പടം ഉണ്ടല്ലോ, അത് പടക്കാനാണ് ചാൻസ്. പക്ഷേ എങ്ങാനും അതിനൊരു പോസിറ്റീവ് കിട്ടിയാലോ? ലാലേട്ടൻ പടമാണ്, പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റിയല്ല. 45 എന്ന് പറയുന്ന കന്നഡയിലെ 3 സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കുന്ന ശിവരാജ് കുമാർ, ഉപേന്ദ്ര, നമ്മുടെ രാജ്ബി ഷെട്ടി,
ഇവർ 3 പേരും കൂടി വരുന്ന പാൻ ഇന്ത്യൻ പടം റിലീസുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഡിസംബർ മാസം പടങ്ങളുടെ പെരുമഴയാണ്. ഇതിൻ്റെ ഇടക്ക് കൊണ്ട് റിലീസ് ചെയ്തത് കുഴപ്പമില്ല. പക്ഷേ എന്തിന് ഈ ഡേറ്റ് കുറച്ച് മുമ്പേ ഒന്ന് റിലീസ് ചെയ്തുവരായിരുന്നു. ആ എക്കോ ഒക്കെ റിലീസ് ആയപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഈ റിസ്ക് മമ്മൂക്ക എടുക്കുന്നതിനെ ഒരുപാട് പേര് ട്രോളുന്നുണ്ട്. പക്ഷെ ആ ട്രോളുന്ന കൂട്ടത്തിൽ ഞാനില്ല. ഞാൻ ഇതിൻ്റെ റിസ്ക്കുകൾ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. എനിക്ക് പുള്ളിനെ ട്രോളാനൊന്നും ഉദ്ദേശമില്ല. പുള്ളി ആ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ, പുള്ളി ആ ചലഞ്ച് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പടത്തിൻ്റെ കണ്ടന്റിൽ പുള്ളിക്ക് അത്രമാത്രം വിശ്വാസം ഉണ്ടാവും. പിന്നെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ മറ്റ് പ്രൊഡ്യൂസേഴ്സ് പുള്ളിനെ വെച്ച് ചെയ്യാൻ താല്പര്യപ്പെടാത്ത പടങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കലാമൂല്യമുള്ള സിനിമകളും കുറച്ച് വെറൈറ്റി ഉള്ള പരിപാടിയാണ് മമ്മൂട്ടി കമ്പനി പിടിക്കാറുള്ളത്. അങ്ങനെ പിടിച്ചൊരു പടമാണ് കളങ്കാവൽ. അതിൻ്റേതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടാവും. ആ ഓഡിയൻസ് എന്തായാലും തിയേറ്ററിൽ വന്ന് കാണുമെന്ന് പുള്ളിക്ക് ഉറപ്പുണ്ട്. ആ ഓഡിയൻസിനെ കിട്ടുക, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കളക്ഷനും അടിക്കുക. അല്ലാണ്ട് 100, 150, 200 കോടി ലക്ഷ്യം വെച്ചിറക്കുന്ന ഒരു ബിഗ് പടം ഒന്നും അല്ല കളങ്കാവൽ. അപ്പം വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ബോക്സ് ഓഫീസിൽ. എങ്കിലും കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ബ്രഹ്മയുഗം എടുത്ത് ഒരു 60 കോടി കയറ്റിയ വ്യക്തിയാണ് മമ്മൂക്ക. അപ്പം അതുകൊണ്ട് കളങ്കാവലും ഒരു 80-90 കോടിയൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ പോകും. ഇത്രയും റിലീസുകളുടെ ഇടയിലാണേലും പോകും. അതിനുള്ളൊരു കപ്പാസിറ്റി ആ പടത്തിനും ആ കണ്ടന്റിനും ഉണ്ടെന്ന് മമ്മൂക്കയ്ക്ക് ഉറപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പം ട്രോളുന്നവർ അല്ലെങ്കിൽ കളിയാക്കുന്നവർ, 100 കോടി ഇല്ലയെന്ന് പറയുന്നവർ, ഇത് 100 കോടി ലക്ഷ്യം വെച്ചിറക്കുന്ന പടം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടന്റ് വൈസ് ഒരു ക്വാളിറ്റി പടമായിരിക്കും. നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാനും ഡിസംബർ 5 ഈ പടം കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പോയി കണ്ടിട്ട് നമുക്ക് അതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും ഈ തീരുമാനം മണ്ടത്തരാണെന്ന് ചോദിച്ചാൽ ഒരു മണ്ടത്തരാണെന്ന് പറയേണ്ടി വരും. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ മമ്മൂട്ടി ഫാനാക്കും, അതുകൊണ്ട് പറയുന്നതാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ തീരുമാനത്തെക്കുറിച്ച്? കമൻറ്റ് ബോക്സ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.